ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ സന്തോഷ്, ഹലോ. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ SDP വിഷയത്തിൽ വലിയ വർഗീയവാദികൾക്കെതിരെ എതിരാണ് അല്ല എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങളല്ല നിങ്ങളാണ് വർഗീയവാദികളുമായി കൂട്ടുണ്ടാക്കിയിട്ടുള്ള ചരിത്രമൊക്കെ പറയുമ്പോഴും SDP വോട്ട് വേണ്ട എന്ന് പറയാൻ ഈ രണ്ട് മുന്നണിയുടെയും നേതാക്കൾ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? ഇവർക്ക് നട്ടല്ല എന്ന് പറയാം. കാരണം ഞാൻ കേട്ടെ, ഇവര് തന്നെ പറയുന്ന രാഷ്ട്രീയ വിഷയം വരുമ്പോ വർഗീയ പാർട്ടിയാണ് SDPI. ഇപ്പൊ ഇത്രയും നാളും മറ്റേ ജമാഅത്തിന്റെ വെൽഫെയർ പാർട്ടിയുടെ ഇതിൽ പറഞ്ഞ UDF ആക്രമിച്ച് പിണറായി വിജയൻ. ഇന്ന് പിണറായി വിജയനോട് ഇപ്പൊ 2-3 ദിവസമായി ചോദ്യം ചോദിക്കുന്നത്. പിണറായി വിജയൻ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ലല്ലോ. എന്താ പറയുന്നത്? നിങ്ങൾ പാലക്കാട് കണ്ടില്ലേ SDPIയുടെ സപ്പോർട്ട് നേടിയത് ആരാണ് എന്ന് UDF ആക്രമിക്കുന്നതല്ലാതെ. ഇപ്പം ലത്തീഫ് തന്നെ പറഞ്ഞു, നേമത്ത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും വോട്ട് കൊടുത്തത് CPM പറഞ്ഞു. ഞാൻ പറയുന്നത് സാറേ, ഇത് വർഗീയ പാർട്ടി അല്ലെങ്കിൽ SDP വർഗീയ പാർട്ടി അല്ലെങ്കിൽ ഇവർക്ക് വോട്ട് മേടിക്കുന്നതിനുള്ളത് എല്ലാ ജനങ്ങളും വോട്ട് ചെയ്തേനെ. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ആർക്കും വോട്ട് ചെയ്യാം, RSSും വോട്ട് ചെയ്യാം, ഏത് പാർട്ടിക്കും. പക്ഷേ അവരുടെ അജണ്ട നടപ്പാക്കാൻ പോകാതിരുന്നാൽ പോരെ ഏത് പാർട്ടി സ്വീകരിച്ചാലും. ജനാധിപത്യത്തിൽ ഏത് വ്യക്തിക്കും വോട്ട് ചെയ്യാം, പക്ഷെ അവരുടെ അജണ്ട നടപ്പാക്കാതിരിക്കുക. സന്തോഷ, എൻ്റെ ഒരു സംശയം, ചില ഘട്ടങ്ങളിലൊക്കെ ചില പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ VD സതീശൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് SDP പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. അവസാനം SDP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങളോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നത്, ഞങ്ങളുടെ ഇഷ്ടമല്ലേ എന്നൊക്കെയാണ് പറഞ്ഞ് അവസാനം കൈകഴുകി രക്ഷപ്പെട്ടത്. ചില ഘട്ടങ്ങളിൽ CPM ആ കർശനമായ നിലപാട്, ഞങ്ങൾക്ക് ഹിന്ദുത്വ ശക്തികളുടെ ഒന്നും വോട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കർശനമായ നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ രണ്ട് പാർട്ടികളും അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. രണ്ട് പാർട്ടികളെ സംബന്ധിച്ചും അത്ര ബന്ധമുണ്ടാക്കിയത് ആരോപണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കുറി SDP കാര്യം പറയുമ്പോൾ ആർക്കും അവരുമായി ബന്ധമുണ്ട് എന്ന് പറയാൻ, ഞങ്ങൾക്കല്ല നിങ്ങൾക്കാണ് ബന്ധം എന്നൊക്കെ പറയുന്നല്ലാതെ അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. ഇവർക്ക് ധൈര്യമായിട്ട് ഇപ്പൊ പറയാൻ കാരണം ഇപ്പോ ഇവരുടെ അധികാരമാണ് ലക്ഷ്യം. ഞാൻ കേട്ടെ, BJP ഇന്ത്യയിൽ ജനാധിപത്യമായുള്ള രാഷ്ട്രീയ പാർട്ടിയല്ലേ. ആ ജനങ്ങൾ കൊടുക്കുന്ന വോട്ടല്ലേ, ആര് കൊടുത്താലും ജയിക്കട്ടെ. അങ്ങനെയല്ല ജനാധിപത്യ രീതിയിലല്ല ചിന്തിക്കേണ്ടത്. അപ്പം SDP അല്ല BJP അല്ല ഏത് പാർട്ടി, ഇപ്പം ഇതൊന്നും വർഗീയ പാർട്ടിയായിട്ട് നിരോധിച്ച പാർട്ടികളൊന്നുമല്ലല്ലോ. അപ്പം ആര് കൊടുത്താലും ആർക്ക് കൊടുത്താലും ആ ജനങ്ങൾ ചെയ്യുന്ന ഭൂരിപക്ഷം ഉള്ളവർ അവർ ജയിക്കും. അങ്ങനെ ചെയ്യണം. ഇതിപ്പോ ഓരോ പാർട്ടിയാണ്. ഇപ്പൊ മാർക്സിസ്റ്റ് UDF കുറ്റം പറഞ്ഞു, UDF മാർക്സിസ്റ്റിനെ കുറ്റം പറഞ്ഞു. ഇപ്പൊ VD സതീശൻ മാത്രമാണ് ഇപ്പം പറഞ്ഞത് SDP വോട്ട് വേണ്ടെന്ന്. ഇപ്പം പിന്നെ പറയുന്നത് എന്താണ്, ജമാഅത്തെ വിഷയത്തിൽ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സന്തോഷം. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, ഈ SDP വോട്ട് വേണ്ട എന്ന് പറയാൻ അതിന് CPM നേതാക്കളായാലും കോൺഗ്രസിന്റെ നേതാക്കളായാലും അവർ രണ്ടുപേരും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് വർഗീയവാദികളുമായി ബന്ധമില്ല, SDP ആണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ പലതും പറയുന്നുണ്ട്, കർശനമായിട്ടും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ വേണ്ട എന്ന് പറയാൻ എന്താണ് ഇവർക്ക് തടസ്സം? ഗുഡ് ഈവനിങ് സാറേ. ഗുഡ് ഈവനിങ് സാറേ, ചുരുക്കി പറഞ്ഞാല് എല്ലാ പാർട്ടിയിലും വർഗീയത പറയുന്ന ധാരാളം പേരുണ്ട്, നല്ല പേരുണ്ട്. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ പൊതുജനം പലവിധ. പക്ഷെ ഇങ്ങനെയുള്ള പാർട്ടിയിലുള്ള ടോപ്പിൽ നിൽക്കുന്ന കൂട്ടർ ചില സമയത്ത് ഈ മതഭ്രാന്ത് തലക്ക് പിടിച്ചിട്ട് എന്തെങ്കിലും പറയും. അപ്പൊ ഇതിൽ അനുഭാവികളില്ല, അതില് ഇൻക്ലൂഡ് ചെയ്യുന്ന അവര് ഇങ്ങനെയൊന്നും ഉണ്ടാവൂല. പക്ഷെ ടോപ്പ് പറയുന്ന ആള് പറയുന്നതാ ഇവര് അത് ഇങ്ങനെ കൊണ്ടു നടക്കും. അപ്പൊ എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്ന് പറഞ്ഞാല് കാര്യം കിട്ടാൻ കൈതക്കാലും പിടിക്കുന്നു പറഞ്ഞ പോലെ എല്ലാ പാർട്ടികളും പിന്നെ അവരവരുടെ സ്ഥാനത്ത് വരുമ്പോ നല്ലത്. പിന്നെ മറുകണ്ടത്ത് ചാടുമ്പോ ഏറ്റവും പെടത്ത്. അതായത് മഞ്ഞ കണ്ണട വെച്ചാൽ എല്ലാം മഞ്ഞായിട്ട് തോന്നുന്നത്. എന്തും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാ. അതായത് സ്ഥാനം കിട്ടിയാൽ എങ്ങനെയാ ക്രൗഡിനെ കൂട്ടുക ആ രീതിയിൽ. എന്തെന്നാ 1 ട്രില്യൺ 1 കാശ് 1 കോടി പോകുമ്പോൾ എല്ലാ നദികളും കടലിൽ പോകുന്നു, എല്ലാ രക്തത്തിനും നിറന്ന് ജാതി മതവും മറ്റുള്ള എല്ലാം പറഞ്ഞ് ഇതായി. എന്നിട്ട് തമ്മാമൽ അതിലേത് ടോപ്പിൽ ഇല്ലയാള് എന്തെങ്കിലും ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പീതാംബരന്റെ വാക്കുകൾ വളരെ പീതാംബരനല്ല, ശ്രീ ദിവാകരന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. പീതാംബരനാണ് അടുത്തത്, പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ SDP വിഷയത്തിൽ എന്തിനാണ് ഈ മുന്നണികൾ ഇങ്ങനെ ഒരു ആടിക്കളിക്കുന്നത്? ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരമുണ്ട്. പറയാലോ, പറയാം. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, അല്ലെങ്കിൽ ഞാനൊരു സംഘടനയുടെ നേതാവാണ്. അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടെ ഇരുമ്പലക്കൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കറകളഞ്ഞ വർഗീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം എന്ന പേരിൽ തന്നെയുള്ള ഒരു പാർട്ടിയിലും ചുവന്നുകിടക്കുന്നതാണ് ഈ കോൺഗ്രസ്സുകാരി.
അത് അങ്ങനെ എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി മുസ്ലിം ലീഗിനെ കുറിച്ച് ശ്രീ പീതാംബരൻ അങ്ങനെ പറയാൻ കഴിയില്ല. ലീഗ് പറയാൻ അങ്ങനെ ഒരു വർഗീയ പാർട്ടിയായിട്ടൊന്നുമല്ല കേരള സമൂഹത്തിൽ കാണുന്നത്. ലീഗ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ലീഗിനെ സംബന്ധിച്ച് ലീഗ് മുസ്ലിം ലീഗ് എന്ന പേരുണ്ട് എന്ന് കരുതി അങ്ങനെ അത്തരം വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയൊന്നും അല്ല ലീഗ്. അല്ല, ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി നമ്മുടെ ഇന്ത്യയിലുണ്ടോ ജാതി പറഞ്ഞിട്ടുള്ളത് വേറെ? അല്ല, മുസ്ലിം ലീഗിന്റെ പേരൊക്കെ ഏതോ കാലത്ത് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലം മുതലേ ഉള്ളതല്ലേ. അത് ആ പാർട്ടിയുടെ പേര് അങ്ങനെ ഇട്ട് അങ്ങനെ മുസ്ലിം ലീഗിനെ ഒരു ഈ പറയുന്ന SDP-യുടെ ഗണത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളുടെ ഗണത്തിലോ ഒന്നും പെടുത്താൻ കഴിയുന്ന ഒന്നല്ല. താങ്കള് പറയുന്നതൊക്കെ ശരി തന്നെ. എന്തായാലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ഇന്ത്യയിലെ ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ ഇന്നത് നല്ലതാണെന്ന് പറയാനുള്ള അവകാശം ഒരു ഭൂമിയിലില്ലേ? അതുണ്ടല്ലോ, അതിനെന്താ ഒരു തെറ്റുമില്ല. അത് തെറ്റുമില്ല. അപ്പോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ തെറ്റി? ഇപ്പൊ എന്താണ് ഇത്ര ബുദ്ധിമുട്ടതിന്? ഞാൻ ചോദിക്കുന്നത് അതാണ്. എന്ത് ബുദ്ധിമുട്ടിന്റെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ഇന്നത്തെ വിഷയം എന്താണെന്നറിയാമോ? നല്ല രസകരമായ ഒരു വിഷയം ഇന്നുണ്ടായിരുന്നു. AK ആന്റണി പറഞ്ഞ കാര്യം. ഇവിടെ BJP-യുടെ ഭരണം അവസാനിപ്പിക്കാനാണ് മകൻ അങ്ങാട് കൊണ്ടേ ചേർത്തത് കൂത്താലമായിട്ട്. അതെന്റെ ഇന്നത്തെ വിഷയം. എന്താ അപ്പോ അല്ല, താങ്കൾ പറഞ്ഞത് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയോ? ഹലോ, പറഞ്ഞോളൂ. AK ആന്റണി ഇന്ന് വല്ല പ്രസ്താവന നമ്മൾ വായിച്ചല്ലോ. ഇവിടുത്തെ ഭരണം പോണം, ഇവിടുത്തെ ഭരണം കേരളത്തിലെ ഭരണം പോണം, കേന്ദ്രത്തിലും. അതിനുവേണ്ടിയാണോ മകനെ പൂത്താലമായിട്ട് BJP-യുടെ കൈ കൊണ്ടേ കൊടുത്തത്, RSS-കാരുടെ കയ്യിലേക്ക് കൊടുത്തത്? എന്ത് കൊടുത്ത്? ഇത്ര ഹലോ, എന്ത് കൊടുത്തെന്നാ പറഞ്ഞത്? മകൻ പോകുന്നതിന് പിതാവിനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ പറയുന്ന അനുസരിച്ചാണ് മക്കളെല്ലാം തീരുമാനം എടുക്കുന്നത്. താങ്കളുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിച്ചാണോ ജീവിച്ചിട്ടുള്ളത്? അങ്ങനെയല്ലല്ലോ. മകൻ വേറൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അയാളുടെ തീരുമാനം എടുക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അത് ഏത് രാഷ്ട്രീയ നേതാവിനും മകനോ ഭാര്യയോ മക്കളോ പോകുന്നതിന് അവരെ ആ നേതാവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. AK ആന്റണിയുടെ രാഷ്ട്രീയത്തിൽ മോശമായ നിലപാട് സ്വീകരിച്ചാൽ അതിനെ താങ്കൾക്ക് വിമർശിക്കാം. നമ്മളെടുത്തു വായിക്കോ, 90% രാഷ്ട്രീയക്കാരുടെ മക്കളും അവരുടെ പിതാക്കന്മാരോ കുടുംബക്കാരോ എങ്ങനെ നിൽക്കുന്നു, ആ ലെവലിൽ ജീവിച്ചു വരുന്ന ആളുകളുടെ അവരെ നിൽക്കും. ശ്രീ പീതാംബരൻ, അങ്ങനെ പറയാൻ കഴിയില്ല ശ്രീ പീതാംബരൻ. അത് ശരിയല്ല. എന്നുവെച്ചാൽ AK ആന്റണി എടുത്ത രാഷ്ട്രീയ നിലപാടിൽ എത്രയോ വിമർശന വിധേയമായ എത്രയോ കാര്യങ്ങളുണ്ട്. അതൊക്കെ താങ്കൾക്ക് പറയാം. പക്ഷെ അതിന് പകരം അദ്ദേഹത്തിന്റെ മകൻ പോയത് അച്ഛൻ പറഞ്ഞിട്ടാണോ മകൻ പോകുന്നത്? അല്ലല്ലോ. അല്ല, അങ്ങോരെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം ഇന്ത്യയിലെ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ഇരുന്ന കാലത്ത് ചെയ്യുന്ന കാര്യങ്ങളെ ഞാനിവിടെ പ്രശംസിക്കുന്നു. AK ആന്റണിയെ ഇവിടെ ഈ വോക്ക് സമിതി കൊണ്ടുവന്നു, വോക്ക് കോടതികൾ കൊണ്ടുവന്നു പുള്ളി എല്ലാം. പക്ഷേ ഉമേഷാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ യഥാർത്ഥത്തിൽ SDP-യുടെ വിഷയത്തിൽ ഈ മുന്നണികൾക്ക് ഒരു ഉറപ്പിച്ചൊരു കാര്യം പറയുന്നതിന് എവിടെയോ ഒരു ചെറിയ ഭയമുണ്ടോ? നമസ്കാരം കിരൺജി. നമസ്കാരം. പക്ഷേ മുഖ്യമന്ത്രി നിയമസഭയിലടക്കം ഈ SDP-യെ വർഗീയ ശക്തികൾക്ക് എതിരെ നഖശികാന്തം സംസാരിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം പറഞ്ഞ് കുറച്ചു മുന്നേ വരെ വാർത്തകളിലൊക്കെ വന്ന് ഞാൻ ഉൾപ്പെടെ കേരളം ഒന്നടക്കം കേട്ടതാണ്. 2 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ നിലപാട് മാറ്റില്ല, രാഷ്ട്രീയ ചെറ്റത്തരം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിത്വത്തിനോടൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി. എന്നിട്ട് അദ്ദേഹം ഇന്ന് വരെ ഈ ഒരു കാര്യത്തെ SDP-യുടെ കാര്യത്തിൽ ഒരു മാധ്യമങ്ങൾക്ക് 2 ദിവസം മുന്നേ മാധ്യമങ്ങൾക്ക് മുമ്പ് തന്നെ ദേശാഭിമാനിക്കും അതുപോലെ തന്നെ കൈരളിക്കും വേണ്ടി മാത്രം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് തട്ടിതപ്പ. അതായത് ഇത്തരം അവസരങ്ങൾ വന്നാൽ ശരിയായ ഒരു തീരുമാനം എടുക്കാൻ, അതിന് ശരിയായ ഒരു ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പൊ നിലപാടിൽ അങ്ങേയറ്റം മാറ്റം വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയാം. പക്ഷേ നേരെ മറിച്ച് VD സതീശൻ എന്ന് പറയുന്ന ആള് ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അയാളുടെ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.